എറണാകുളത്ത് കണ്ടനാടുള്ള ഒരു കൃഷിയിടത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വിവിധ ഇനം പച്ചക്കറികൾക്കൊപ്പം സൂര്യകാന്തി പൂവും കൂടി ചേരുന്ന കണ്ടനാട് സ്വദേശി മനു ഫിലിപ്പിന്റെയും കൂട്ടരുടെയും മനോഹരമായ കൃഷിയിടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നിങ്ങൾ നയനാനന്ദകരമായ ആ കാഴ്ച കാണുക. വെണ്ട, പാവൽ, വള്ളിപ്പയർ, തടപ്പയർ, കുമ്പളം, വെള്ളരി, ചീര, കുക്കുംബർ അങ്ങനെ നീളുന്നു. രാജ്യത്തിന് പുറത്തു മാത്രം വിളയിച്ച് സംസ്ഥാനത്ത് എത്തിക്കുന്നുവെന്ന് കരുതുന്ന ഷമാമിനും ഇവിടെ ക്ഷാമമില്ല. കണ്ടനാട് സ്വദേശികളായ മനു ഫിലിപ്പിന്റെയും സാജു കുര്യന്റെ നേതൃത്വത്തിലാണ് കൃഷി. കൂട്ടിനായി 5 സഹായികളും. നടൻ ശ്രീനിവാസന്റെ വീടിന് സമീപമാണ് കൃഷിയിടം. 2.5 ലക്ഷത്തോളം രൂപ മുടക്കി കുളം കുഴിച്ചു നൽകിയതുൾപ്പെടെ പൂർണ്ണ പിന്തുണയാണ് ശ്രീനിവാസൻ ഈ കർഷകർക്ക് നൽകുന്നത്. അതിനാൽ തന്നെ ശ്രീനിവാസനെ കൃഷിയിടത്തിന് രക്ഷാധികാരി എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു 10-13 കൊല്ലം മുമ്പ് ശ്രീനിയാണ്ടോട് തുടങ്ങിയാണ്. തരിശായി കിടക്കുമായിരുന്നു. മൊത്തം 10-70 ഏക്കറോളം സ്ഥലം. എല്ലാം ശ്രീനിവാസൻ വന്ന് ക്ലീനാക്കി ഇവിടെ ഒരു കുളം കുത്തി തന്നു. ഇപ്പോൾ നടൻ ശ്രീനിവാസൻ, അതിൻ്റെ വീട് ഇത് തന്നെയാണ്. ഇവിടെ തന്നെയാണ് വീട് അദ്ദേഹത്തിൻ്റെ. ഞാൻ തുടങ്ങിയപ്പോൾ പുള്ളി വയ്യാണ്ടായപ്പോൾ ഞാൻ ഏറ്റെടുത്തു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകലന്തിയോളം സാജുവിന്റെയും മനുവിന്റെയും ജീവിതം ഇവിടെ തന്നെയാണ്. 6 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കൃഷി. കൃഷി വകുപ്പിന്റെ സഹായം കൂടിയാകുമ്പോൾ മണ്ണിൽ വിളയുന്നത് പൊന്ന്. സൂര്യകാന്തി തോട്ടമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ജൈവ കൃഷിയായതിനാൽ തന്നെ സൂര്യകാന്തി ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നല്ല ഡിമാൻഡ്. ദൂരെ നിന്ന് പോലും ആളുകൾ പച്ചക്കറി വാങ്ങാൻ ഇവിടെ എത്തും. വിഷുവിന് മുന്നോടിയായുള്ള കൃഷി ഉത്സവത്തിന് ഉദ്ഘാടനം നടൻ ശ്രീനിവാസൻ നാളെ നിർവഹിക്കും. തണ്ണിമത്തൻ, വെള്ളരിക്ക, കുമ്പളങ്ങ, ചീര, നെല്ലി, വെണ്ടയ്ക്ക തുടങ്ങി എല്ലാം ഇവിടെയുണ്ട്. ഈ 15.5 ഏക്കറിൽ അക്ഷരാർത്ഥത്തിൽ മണ്ണിൽ പൊന്ന് വിളയിച്ചിരിക്കുകയാണ് മനുച്ചേട്ടൻ. പുതുതലമുറ കൃഷിയിടത്തിലേക്ക് ഇറങ്ങണമെന്നുള്ള ഒരു ഉപദേശം കൂടി മനുച്ചേട്ടൻ നൽകുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും സന്തോഷ് ശേഖർ, YS അഭിനന്ദ്, 24.